നമസ്കാരം. സാക്ഷി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കുഴിയത്തു നിന്നും ഒരു തത്സമയ സംരക്ഷണവുമായി ഞങ്ങൾ എത്തുന്നു. കുഴിയം മേഖലയിൽ പേപ്പട്ടി ഇറങ്ങുകയും നിരവധി ആൾക്കാരെ ഉപദ്രവിക്കുകയും ചെയ്തിരിക്കുകയാണ്. നിരവധി പേർ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കായി തുടരുന്നു. തത്സമയ സംരക്ഷണം ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം. ഇന്ന് എപ്പോഴാണ് രാവിലെ പട്ടി ഇറങ്ങിയത്? രാവിലെ 8:45 ഞങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ അടുക്കളയുടെ വശത്തിരിക്കുമായിരുന്നു. അപ്പൊ അവിടെ നിന്ന് ഇവിടുത്തെ കാക്ക ഇരുന്ന് കടിച്ചായ കുടിച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ നിന്നോണ്ട് പറഞ്ഞത് ആ ഒരു പട്ടി കയറി ഒന്നെന്ന് പറഞ്ഞു. ആ പട്ടി കയറി ഒന്ന് നേരെ കളിയിലോട്ടാ പോയെ. അവിടെ ഒരു ആട്ടുകുട്ടി അവിടെ നിന്ന് അതിനെ കടിക്കുന്ന കണ്ടുകൊണ്ട് വടി എടുത്തോണ്ട് ചെന്നപ്പോഴത്തേക്ക് കൈ കടിച്ചിട്ട് കാലിന്റെ തൊടയുടെ ഭാഗത്ത് കടിച്ചു. എന്തായാലും ഇതിനകത്ത് കണ്ടുപിടിച്ചതിനെ കൊന്നേ വെക്കൂ. കൊന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രദേശത്തുള്ള പട്ടികളെ ആയാലും മനുഷ്യനെ ആയാലും മൊത്തത്തിൽ കടിച്ചു കഴിഞ്ഞാൽ ആകെ വിഷയമാവും. ഒരു കൊച്ചുങ്ങൾക്ക് പോലും ഇവിടെ ഇറങ്ങി, കൊച്ചുങ്ങൾക്കായാലും വലിയവർക്കായാലും ഇറങ്ങാനും ഒക്കൂല, നടക്കാനും ഒക്കൂല, വല്ലാത്തൊരു ഇതായിട്ട് വന്നേക്കുക. പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക്, കുഴിയം മേഖലയിൽ ആണ് ഈ പേപ്പട്ടി ഇറങ്ങി നിരവധി ഏകദേശം ഇപ്പോൾ ഞാൻ നിൽക്കുന്നതിന്റെ അടുത്ത് തന്നെ 4 പേരെ കടിച്ചു. ഒരു ഹിന്ദിക്കാരൻ കുട്ടിയുടെ മുഖത്ത് വരെ പരിക്കുകളേറ്റിട്ടുണ്ട്. ആ സ്ഥിതിക്ക് ഇതിൽ ബന്ധപ്പെട്ടവർ അടിയന്തരമായി ഇടപെട്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം, ഈ പട്ടിയെ കണ്ടുപിടിക്കണം എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. നമുക്ക് മറ്റൊരു അഭിപ്രായം കേൾക്കാം. അത് ചടയമംഗലം പഞ്ചായത്തിലെ അക്കോണ വാർഡിന്റെ കിഴക്കൻ പ്രദേശമാണ് കുഴിയം എന്ന് പറയുന്നത്. ഇന്നലെ വൈകുന്നേരമാണ് ഈ പട്ടി ആദ്യമായിട്ട് ആക്രമിച്ചതായിട്ട് അറിയാൻ കഴിയുന്നത്. കൂട്ടിൽ കിടന്ന പട്ടിയെ കടിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ ഏതാണ്ട് 4ഓളം വരുന്ന കൊച്ചുങ്ങളെ വലിയവരെയായിട്ട് കടിച്ചിട്ടുണ്ട്. അവരെല്ലാം തന്നെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ്. നിരവധി വളർത്തുമൃഗങ്ങളെന്ന ഈ വീട്ടിൽ തന്നെ ആട്ടുകുട്ടിയെ കടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഇപ്പം കണ്ടെത്താൻ കഴിയാത്ത സ്ഥിതിയാണ്. ഇത് ഇപ്പം വീണ്ടും കിഴക്കോട്ട് പോയിട്ടാണ് അറിവ്. അപ്പോൾ ഇതൊരു ഭീതിജനകമായൊരു അന്തരീക്ഷമാണ് ഇപ്പം നിലവിൽ ഈ പ്രദേശത്തുള്ളത്. അത് ബന്ധപ്പെട്ടവർ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അടിയന്തരമായി ഇതിനൊരു പരിഹാരം കണ്ടെത്തണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു ആവശ്യം. വാർഡ് മെമ്പറെ അറിയിച്ചാൽ ഈ കൊല്ലത്ത് ഇതിനെ ക്യാച്ച് ചെയ്യുന്ന ഡോഗ് ക്യാച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ടീമുണ്ട്. കഴിഞ്ഞ ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മേഡേ ജംഗ്ഷനിൽ ഇതുപോലെ ഒരു പട്ടി പരിഭ്രാന്തി ഉണ്ടാക്കിയപ്പോൾ ഡോഗ് ക്യാച്ചേഴ്സ് വന്നാണ് അതിനെ കണ്ടുപിടിച്ചതും എടുത്തതും. അങ്ങനെ ഒരു ശ്രമം ഏതെങ്കിലും മെമ്പറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? മെമ്പറെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ തുടർ നടപടികൾ അവർ സ്വീകരിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. വീണ്ടും നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്. പിന്നെ നമ്മൾ ചെറുപ്പക്കാരെ കുറച്ച് പേര് സംഘടിച്ച് വന്ന് ഈ പട്ടിയെ കണ്ടെത്താൻ, പക്ഷെ അപ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ള പറ്റിയ സാഹചര്യം അല്ല കിട്ടിയത്. അപ്പോൾ തുടർന്ന് നമ്മൾ കരുതലോട് നിൽക്കുകയാണ്. എന്നിരുന്നാലും ബന്ധപ്പെട്ട അധികൃതരുടെ ശ്രദ്ധ അനിവാര്യമാണ്. ഒരാളും 2 പേരും ഒന്നും വിചാരിച്ചാൽ പറ്റത്തില്ല. എല്ലാവരുമായിട്ട് ഒത്തൊരുമയായിട്ട് നിന്ന് ഇതിനെ കൊന്നല്ലാതെ ഒരു പരിഹാരവും ഇല്ല. അതിനെ കടിച്ച കറുത്ത കുട്ടിയല്ലേ? എന്റെ കഴുത്തിന് കടിച്ച് നല്ല മുറിവാ. അല്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ? അതാ ഈ നിൽക്കുന്ന കൊച്ചാട്ടുംകുട്ടിയുടെ കഴുത്തിനാണ് ഇവിടെ ഈ വീട്ടിൽ കയറി പേപ്പട്ടി കടിക്കുകയുണ്ടായത്. അപ്പോൾ കടിച്ച സമയത്ത് തന്നെ ഇതിന്റെ ഉടമസ്ഥൻ ആട്ടുംകുട്ടിയെ പട്ടി കടിക്കുന്നത് കണ്ടുകൊണ്ട് അദ്ദേഹം ഓടി വരികയും അദ്ദേഹത്തിന്റെ തുടയിലും കയ്യിലും ആയിട്ട് കടിക്കുകയുണ്ടായി. ഇപ്പം നിലവിലെ സ്ഥിതി അദ്ദേഹത്തിന് ഇഞ്ചക്ഷൻ എടുത്ത വഴിക്ക് അലർജി ഉണ്ടായി. അതുകൊണ്ട് പാരിപ്പള്ളിയിൽ തുടരുകയാണ്. കൂടെ ഇവിടുന്ന് പോയവരൊക്കെ തന്നെ പാരിപ്പള്ളി ഹോസ്പിറ്റലിൽ തുടരുന്നുണ്ട്. ഈ പ്രദേശം വളരെ ഭീതിയിലാണ്. അടിയന്തരമായി ബന്ധപ്പെട്ട ആൾക്കാർ ഇതിൽ ഇടപെടണം. ഒരു കാരണവശാലും ഇതിൽ ഉപേക്ഷ വിചാരിക്കരുത് എന്നാണ് ഈ പ്രദേശവാസികളുടെ അഭിപ്രായം. എത്രയും പെട്ടെന്ന് തന്നെ ഇതിനെ കണ്ടെത്താനുള്ള ഒരു ശ്രമം നടത്തുകയാണ് വേണ്ടത്. എന്തായാലും ഈ പ്രദേശം വിട്ടുപോയിട്ടില്ല എന്നാണ് ഇവിടുത്തെ ആൾക്കാരിൽ നിന്നും നമുക്കറിയാൻ കഴിയുന്നത്. വിട്ടുപോയിട്ടില്ല, പോവാൻ ഇങ്ങനെ മേളിൽ കൂടെ അങ്ങോട്ട് പോയി അവിടെയും ചെന്ന് 3-4 പേര് കണ്ടതായിട്ടുണ്ട്. താഴോട്ട് പോയി ആരെങ്കിലും കിട്ടുമോ? ഹോസ്പിറ്റലാണ് പേപ്പട്ടി കടിച്ച വീട്ടുകാരോട് വെക്കണം. പട്ടി കൂട്ടിനകത്ത് കിടന്ന പട്ടിയെ കടിച്ചു. കൂട്ടിനകത്ത് കിടന്ന പട്ടിയെ കടിച്ചു. നിരവധി ഈ വളർത്തുമൃഗങ്ങളെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടല്ലേ? കൂട്ടിക്കിടന്ന പട്ടിയെ, ഇവിടെ കളിയിൽ കിടന്ന ആട്ടിനെ. അങ്ങോട്ട് പോവാം. നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് ഈ പട്ടിയുടെ ആക്രമണം ഉണ്ടായ ഒരു വീട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. അവരുടെ
2 മക്കളെ കടിച്ചു. അവർ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെന്റിന് പോയിക്കാം. അവർ മടങ്ങി ഒന്നുമില്ല. ആ മന്ത്രം വിളിച്ച് കിടക്കണം കേട്ടോ എന്തായാലും. ആയൂർ കുഴിയൻ മേഖലയിൽ വേപ്പട്ടി ഇറങ്ങി ഇന്ന് രാവിലെ ഇറങ്ങുകയും 4 പേരെ, അതായത് ഹിന്ദിക്കാരുടെ മക്കളായ കുട്ടികളുടെ, അതിലൊരു കുട്ടിയുടെ മുഖത്ത് ഇവരല്ലേ താമസിക്കുന്നവര്, മുഖത്ത് ആണ് കടിക്കുകയുണ്ടായത്. മറ്റൊരു വീട്ടിൽ കയറി കൂട്ടിൽ കിടന്ന പട്ടിയെ സഹിതം കടിക്കുണ്ടായത്. നമ്മൾ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്. പേപ്പട്ടി ഇങ്ങോട്ടല്ലേ വന്നില്ലേ? ജോണച്ചാൻ്റെ വീടിൻ്റെ താഴെ വരെ പോയായിരുന്നു. അക്കരെ കയറിയോ? പിന്നെ അങ്ങോട്ട് പിന്നെ കണ്ടില്ലായിരുന്നു. ഇവിടെ വേറെ ആരെ കടിച്ചില്ല, ജോണച്ചാൻ്റെ പട്ടിയല്ലേ അടിച്ചോളൂ. അത് കടിച്ചോന്ന് അറിയാമില്ല. പഠിച്ചു ശിവു പറഞ്ഞു. അതറിയത്തില്ല. ഇതുവഴിയാ പോയല്ലേ? അതിലെ വന്നിട്ട് ബുക്കിൻ്റെ വീട്ടിലെ കൂടെ അങ്ങോട്ട് വരും. ഞങ്ങൾ വഴിയിൽ കടിച്ചിട്ട് ഈ മേഖല എന്തായാലും ഒരു ഭീതിയിലാണ്. അടിയന്തരമായി ബന്ധപ്പെട്ടവർ ഇടപെട്ട് ഈ പട്ടിയെ കണ്ടെത്താനുള്ള ഒരു മാർഗം സ്വീകരിക്കണമെന്നാണ് ശശി ടിവിയുടെയും അഭിപ്രായം. മാമ ഇതിനാ കടിച്ചേ? ഈ പട്ടിയാ ഇതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ? അങ്ങോട്ട് പോണ്ട. ഇന്നലെ രാത്രി ഇവിടെ ഇന്നലെ രാത്രിയിലല്ലേ സംഭവിച്ചത്? ഇന്നലെ ഉച്ചയ്ക്ക് എപ്പോഴാ? രാവിലെ പകലോ? രാത്രി. ഇന്നലെ രാത്രിയിൽ ഈ പട്ടി ഇവിടെ വരികയും ഈ കൂട്ടിൽ കിടന്ന പട്ടിയെ വരെ കടിച്ചു. അതിപ്പോ അക്കരെ കയറി പോയെന്ന് അറിവ്. ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിന് മരുന്ന് ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തോ? അതിങ്ങനെ ഇട്ടാക്കൂല. അതിനെ കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ ഇട്ടാക്കൂല. അതിനെ ഡോക്ടറെ വിളിച്ച് ഇഞ്ചക്ഷൻ എടുപ്പിക്കുക. ദിവസങ്ങൾ താമസിപ്പിക്കരുത്. അതിന്റെ പാത്രങ്ങളിലൊന്നും തുടരുത്. ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങളിലൊക്കെ കമ്പൗണ്ടാണ് നീക്കി വെച്ച് കൊടുക്കുക കേട്ടോ. ഭക്ഷണമൊക്കെ കൊടുക്കുന്നത് വളരെ സൂക്ഷിച്ച് വേണം കൊടുക്കാൻ. ഇപ്പം നിർബന്ധമായി നിങ്ങൾ ഈ ഡോക്ടറെ അറിയിച്ച് ആ പട്ടിക്ക് ഇഞ്ചക്ഷൻ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അടിയന്തരമായിട്ട് അത് ചെയ്യണം. വിസർജനങ്ങളൊക്കെ വൃത്തിയാക്കുന്നത് പോലെ നമ്മൾ കൈകൊണ്ടെന്ന്. കാരണം ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ ഇതിനും ആ രോഗലക്ഷണം കാണാൻ രോഗം ഉണ്ടാകുകയും ഇതും പ്രശ്നക്കാരെ മാറുകയും ചെയ്യും. ഇത് പിന്നെ തുടലൊട്ടി പോകും. പട്ടിയെ കണ്ടുപിടിക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് നാട്ടുകാർ മുഴുവനും. എന്തായാലും അത് ഇതാണ് അവസ്ഥ. പിന്നെ കുഴിയം മേഖലയിലെ പേപ്പട്ടി ഇറങ്ങി ജനങ്ങൾ, പരിസരവാസികളും ആകെ പരിഭ്രാന്തിയിൽ നിൽക്കുന്നൊരു സമയമാണ്. ബന്ധപ്പെട്ട അതെ, ഇവിടെ റോഡിൽ കൂടി അത്യാവശ്യം കാര്യങ്ങൾക്ക് പോകേണ്ടവർക്കുള്ള കയ്യിലെല്ലാം ഭയന്നിട്ട് വടി ഉപയോഗിച്ചുകൊണ്ടാണ് അവർ നടക്കുന്നത്. അങ്ങനെ പട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞോ? എന്താണ് അനുഭവം, പറഞ്ഞോളൂ. രാവിലെ പട്ടിയുടെ കിടപ്പാന്ന് കണ്ടില്ലായിരുന്നു. അടിക്കാൻ പറ്റിയില്ല. അവരാണ്ട് സാക്ഷി ബന്ധപ്പെട്ട ശ്രദ്ധയിൽപ്പെടട്ടെ. എല്ലാവരും ഓരോ വടിയാട്ടൊക്കെ സുരക്ഷിതം നോക്കി കേറി. പോ. കട്ട് ചെയ്യാം. പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ
ഈ കുഴിയം മേഖലയിൽ നിന്നുള്ള ഈ അറിയിപ്പിൻ്റെ തത്സമയ സംപ്രേഷണം ഇവിടെ പൂർണ്ണമാവുകയാണ്. പരിസരവാസികൾക്കൊപ്പം ഈ പ്രദേശത്തേക്ക് കാൽനടക്കാരൊക്കെ വളരെ സൂക്ഷിക്കണം. കാരണം ഈ പരിസരം വിട്ട് ആ പേ പിടിച്ച പട്ടി പുറത്ത് പോയിട്ടില്ല എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. അതുകൊണ്ട് കാൽനടക്കാരൊക്കെ സൂക്ഷിക്കുക. അതാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്. ബന്ധപ്പെട്ടവർ ഉടനെ തന്നെ ഈ കാര്യത്തിൽ ഉത്തരവാദിത്വത്തോടുകൂടി ഇടപെടും എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. തത്സമയം ഇവിടെ പൂർണ്ണമാകുന്നു.